രാത്രി വൈകിയിരുന്ന് പഠിച്ചാൽ എന്താ ഇപ്പോൾ കുഴപ്പം? ചിലരൊക്കെ അങ്ങനെ പലപ്പോഴും ഉപദേശിയില്ലേ, രാത്രി പെട്ടെന്ന് കിടന്നുറങ്ങുകയോ രാവിലെ നേരത്തെ എണീറ്റ് പഠിച്ചാലേ ശരിയാവുന്നു. കുറേയൊക്കെ ശരിയാണ്, പക്ഷെ നിങ്ങളെന്താ ചെയ്യാറ്? രാവിലെ നേരത്തെ എഴുന്നേൽക്കുമോ അല്ലെങ്കിൽ രാത്രി കുറേ നേരം ഇരുന്ന് പഠിക്കുമോ? ഇതിലേതാ നല്ലത്? എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മുടെ പഠനത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം പഠനം ശരിയോ തെറ്റോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ പഠനം ശരിയാണോ തെറ്റാണോ, ശരിയായ രീതിയിലാണോ താൻ പഠിക്കുന്നത്, ഇനി തെറ്റായ മെത്തേഡിലാണോ, ഇങ്ങനെ ചെയ്താൽ ശരിയാവോ തുടങ്ങിയ ചിന്തകളാണ്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ കോൺഫിഡൻസ് ഇല്ലാതെ അവിടുന്ന് അമ്മാവൻ പറഞ്ഞിരുന്നു രാവിലെ നേരത്തെ എണീറ്റ് പഠിച്ചാലേ ശരിയാവുമെന്ന്, ഇവിടുത്തെ ടീച്ചർ പറഞ്ഞൊരു രാവിലെ നേരത്തെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എണീക്കണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കാണെങ്കിൽ രാത്രി 12:30 1 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കുന്നതാണ്, അതാണ് സുഖം. രാവിലെ ഞാൻ കുറച്ച് ഒരു 8:30 9 മണി വരെ കിടന്ന് ഉറങ്ങും, ഒരു 5 മണിക്കൂർ എന്തായാലും ഉറങ്ങി വരും എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട്. നിങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പറ്റുമെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നേരത്തെ എണീറ്റ് പഠിക്കാനൊക്കെ ശ്രമിച്ചോളൂ. ഇനി നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പാറ്റേൺ, നിങ്ങളുടെ ബയോളജിക്കൽ ക്ലോക്ക് നിങ്ങളെ സ്വാധീനിച്ചിരിക്കുന്നത്, കുറേ കാലമായി സെറ്റാക്കിയിരിക്കുന്നത് രാത്രി ലോങ് ടൈമായിട്ട് ഇരുന്ന് പഠിക്കുകയും രാവിലെ കുറച്ച് വൈകിട്ട് എണീറ്റ്, എന്നാൽ ഉറക്കം തീരെ ഇല്ലാതാവരുത്, ഉറങ്ങിയിട്ട് രാവിലെ വേണ്ടത്ര ഉറക്കം ഒക്കെ കഴിഞ്ഞ് ക്ഷീണമില്ലാതെ എണീറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ അത് ചെയ്യുക. അല്ലാതെ ഇങ്ങനെ ആരോ പറഞ്ഞിട്ടുണ്ട്, അയ്യോ അതിങ്ങനെ ആയാൽ ശരിയാവുമോ എന്നുള്ള രീതിയിലൊന്നും ചിന്തിക്കേണ്ടതില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുക. പിന്നെ നിങ്ങൾക്ക് 1 2 ദിവസത്തെ പരിശീലനം കൊണ്ട് ഈ ബയോളജിക്കൽ കാര്യങ്ങൾ റിതമൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് രാവിലെ നേരത്തെ എണീറ്റ് രാത്രി നേരത്തെ കിടക്കുന്ന ഒരു പാറ്റേണിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതിന് യാതൊരു ദോഷവുമില്ല. പക്ഷേ അത് പറ്റാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറ്റുമില്ല, എന്നാലിങ്ങനെ രാത്രി വൈകിയിരിക്കുന്നതുകൊണ്ട് ദോഷമാണോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും നല്ല രാത്രി വൈകിയിരിക്കുന്ന സമയം പൂർണ്ണമായി പഠിക്കാനൊക്കെ ഉപയോഗിക്കുക. അതിനുശേഷം കിടന്നുറങ്ങുക, രാവിലെ എഴുന്നേറ്റ് വളരെ ക്ഷീണമില്ലാതെ എണീക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ വെള്ളം കുടിക്കുന്ന കാര്യത്തിലോ അങ്ങനത്തിലൊന്നും വിട്ടുവീഴ്ച ചെയ്യരുത്. പരീക്ഷയ്ക്ക് പഠിക്കുന്ന ആൾക്കാർ നല്ല ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുക. പിന്നെ അത്യാവശ്യം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ചൊരു എക്സസൈസൊക്കെ, ഒരു അരമണിക്കൂർ നടത്തം, ബ്രീത്തിങ് എക്സസൈസ്, കുറച്ചൊക്കെ സ്ട്രെച്ചിങ് എക്സസൈസൊക്കെ ചെയ്യുക. പിന്നെ കുറച്ചൊരു മെഡിറ്റേഷൻ. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാറുണ്ടോ? ഇല്ലെങ്കിൽ മെഡിറ്റേഷൻ അത്യാവശ്യമാണ്. ഒരു എവിടെയെങ്കിലും അടങ്ങിയിരുന്ന് ബ്രീത്തിങ് ഒന്ന് എക്സാമിൻ ചെയ്താൽ മതി. നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുന്നതും ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതും എങ്ങനെയാണെന്നുള്ളത് അതിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് കണ്ണടച്ചിരുന്ന് ചെയ്യുന്നത് പോലും ചെറിയ രീതിയിലുള്ള ബ്രീത്തിങ് ആണ്. പിന്നെ നിങ്ങളൊക്കെ നന്നായി പ്രേ ചെയ്യുന്നവരും ഒക്കെ ആണെങ്കിൽ അതും ഒരു തരത്തിലുള്ള മെഡിറ്റേഷൻ ആണെന്ന് പറയാം. ഓക്കെ, ഇങ്ങനെ ഒന്ന് പാറ്റേൺ റെഡിയാക്കി പഠിച്ചു നോക്കൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ആദ്യം പറഞ്ഞ തന്നെ, നിങ്ങൾ രാത്രി വളരെ വൈകി പഠിച്ചാലും ശരി, രാവിലെ നേരത്തെ എണീറ്റ് പഠിച്ചാലും ശരി, പഠിക്കുന്ന സമയത്ത് പഠിക്കേണ്ട രീതിയിൽ പഠിക്കണം. പഠിക്കേണ്ട രീതി എന്തൊക്കെയാണ് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പഠിക്കേണ്ട രീതിയും ഉണ്ട് ചിലതൊക്കെ. ചെറിയ രീതികളിൽ മാറ്റം ഉണ്ടാക്കിയാൽ ചിലപ്പം പഠനം അങ്ങ് സൂപ്പറാകും. ഓക്കെ, മാർക്കിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? മാർക്കാണ്